എനിക്ക് ചെറുപ്പത്ത്, അതായത് ഒരു 8th വരെയൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ടീച്ചർ ആവുക എന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹത്തിലോട്ട് എത്തിയത് മെയിനായിട്ടും ഒരു ദിവസം ഇങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് പോയി. എനിക്ക് കാലിൻ്റെ ഫ്രാക്ചറായിട്ട് ഒരു ഇതിന് പോയതായിരുന്നു. അപ്പം അവിടുത്തെ ഡോക്ടർ അച്ഛനമ്മേനോടും പറഞ്ഞതാണ് എവിടെ നല്ലൊരു നിലയിലെത്തും, നല്ലൊരു ഇതാവും, അവള് ഡോക്ടറോ എഞ്ചിനീയറോ ഇതൊക്കെ ആവും, അപ്പം നിങ്ങൾ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ഡോക്ടർ അച്ഛനും അമ്മേനെയും സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ പിന്നെയാണ് എൻ്റെ മനസ്സിൽ ചെറിയൊരു സ്പാർക്ക് വന്നത്. കാരണം ഞാൻ ഇങ്ങനെ കൂടുതൽ സമയവും ഹോസ്പിറ്റൽ ഇതൊക്കെ ആയിട്ടാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്തെത്ത്, കോട്ട്, പിന്നെ ഡോക്ടേഴ്സ് ആയാലും ചിലവരൊക്കെ നമ്മളോട് നല്ല രീതിക്ക് സംസാരിക്കാം, ഓക്കെ ആവൂട്ടോ, ശരിയാവൂട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കുള്ളിൽ തന്നെ ഒരു റിലീഫാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കൂടുതൽ അട്രാക്ഷനും ഹോസ്പിറ്റൽ ആ ഒരു രീതി തന്നെയായിരുന്നു. അതായത് ഞാൻ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തിട്ട് അവർ ഓക്കെ ആയി പോകുമ്പോൾ അവരുടെ ഒരു സ്മൈൽ കിട്ടുമ്പം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് അത്രയും വലുതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ ഒരു ഡോക്ടർ. എൻ്റെ ഒരു ചേച്ചി വഴിയാണ് ഡോപ്പ എനിക്ക് പറഞ്ഞു തന്നത്. +1 +2 ഒക്കെ എത്തിയപ്പം അപ്പോഴാണ് എനിക്ക് നീറ്റ് പ്രിപ്പയർ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്നത്, എങ്ങനെയൊക്കെ അത് തുടങ്ങണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഡോപ്പയിൽ ജോയിനായി, അങ്ങനെ ക്ലാസ്സസൊക്കെ കണ്ടു. പിന്നെ അവിടുത്തെ മെൻറ്റേഴ്സായാലും കോർഡിനേറ്റേഴ്സൊക്കെ ആയാലും നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഞാൻ കണ്ട അല്ലെങ്കിൽ കേട്ട ഒരു ഇതായിരുന്നു ആഷിഖ് സാറിൻ്റെ ഡെയിലി മോർണിംഗ് മീറ്റിങ്സ്. ഇപ്പോഴും ഞാൻ ലൈഫിൽ എവിടെയെങ്കിലും പോകുമ്പോൾ സാറ് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആസിഫ് സാറിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടെ ഡോപ്പയിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ. നമുക്ക് സാറ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞത്, അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തത്. ഡോപ്പ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് പഠിപ്പിക്കുന്നതാണ്. സോ അവർക്ക് ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ടൊക്കെ കിട്ടുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കൂടെ നിന്നിട്ടുമുണ്ട് ഡോപ്പ. ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു സ്കോറ്. ക്രാഷ് ഈ +2 കഴിഞ്ഞ് അതിൻ്റെ രീതിക്ക് പോയതുകൊണ്ട് എനിക്ക് കറക്റ്റ് അത് രണ്ടും കൂടെ ഒരു ഇതായ പോലെ എനിക്ക് എങ്ങനെ കറക്റ്റ് കൊണ്ടുപോകണം എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കുറവായിരുന്നു. പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് മാക്സിമം മേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പരമാവധി ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലൊരു എക്സൈറ്റ്മെൻറ്റ് അന്ന് ഉണ്ടായിരുന്നത് വെച്ചാൽ നേരിട്ട് ക്ലാസ് പോയിരുന്ന് പഠിക്കുമ്പോൾ എല്ലാവരും കണ്ട ആ ഒരു ഇൻട്രാക്ഷൻസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ വെച്ച് എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെയുള്ള ഫാക്കൽറ്റീസിനും നമ്മുടെ മെൻറ്റേഴ്സിനൊക്കെ കാണണമെന്ന്. അത് നടന്നത് ഇപ്രാവശ്യത്തെ റെഡ് കാർപ്പറ്റിലാണ്. ആ ഒരു റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നീറ്റിനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെഡ് കാർപ്പറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അടുത്ത വർഷം ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണം എന്ന്. അവിടെ വന്ന് നിന്നപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു സ്റ്റേജിൽ വന്നപ്പോൾ. കാരണം ഞാൻ കഴിഞ്ഞ വർഷം കണ്ട അതേ ഒരു മൊമെൻറ്റ് ഇപ്രാവശ്യം നടന്നു എന്ന് വിചാരിക്കുമ്പോൾ ശരിക്കും അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര പ്രൗഡാണ്. എന്നെ തന്നെ ഞാൻ പ്രൗഡാണ്. ആ ഒരു മൊമെൻറ്റ് എത്തിയപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. മെഡിക്കൽ കോളേജിൽ, അതും എൻ്റെ ഡ്രീം കോളേജിൽ തന്നെ എനിക്ക് എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഡോപ്പയിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കാമായിട്ട് കൂളായിട്ട്, അതായത് ടെൻഷൻ ഫ്രീ ആയിട്ട് മാക്സിമം എങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് ട്രൈ ചെയ്യുന്നതാണ്. അവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും ആയാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാത്ത രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതാണ്. ഫാക്കൽറ്റീസ് മാത്രമല്ല, അവിടെ കോർഡിനേറ്റേഴ്സും മെൻറ്റേഴ്സ് എല്ലാവരും. ക്ലാസ്സസൊക്കെ അടിപൊളിയാണ്. എല്ലാം വീഡിയോ ലെക്ചേഴ്സൊക്കെ സൂപ്പറാണ്. ക്ലാസ്സസ് നമുക്കെല്ലാം മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ആപ്പിൽ തന്നെ ഇടാം, ക്വസ്റ്റ്യനൊക്കെ ഇടാം. അങ്ങനെ പിന്നെ നമുക്ക് ഓരോ എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ കുറേ മാർക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ഡെയിലി എക്സാം ആയിരിക്കും, അവർക്ക് മാരത്തോണൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നല്ല കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ നീറ്റിനാണെങ്കിലും കുറേ ക്വസ്റ്റ്യൻസ് ഡോപ്പയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെൻ്റൽ സ്റ്റെബിലിറ്റി അത്രയ്ക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരെയും. അതെനിക്ക് പേഴ്സണലി നന്നായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ചിലപ്പോൾ ഒക്കെ ഭയങ്കര വിഷമം വന്നിട്ടുള്ളൊരു മൊമെൻ്റൊക്കെ ആയിരിക്കും, എന്ത് ചെയ്യണം, കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ പീക്ക് പോയിന്റിൽ ആഷിഖ് സാറിനൊന്ന് മെസ്സേജ് അയച്ച് സംസാരിക്കും, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ സാറിൻ്റെ ഓരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിനെ തന്നെയായാലും അവർ വിളിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ്. നമുക്കിപ്പോൾ അന്നത്തെ ദിവസം എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നറിയാത്തൊരു സമയമാണെങ്കിൽ ആ ഒരു മീറ്റിംഗ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അന്ന് ചെയ്യേണ്ടത്, ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോകണം, എന്തൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം ഒരു ദിവസത്തിൽ, അങ്ങനെയൊക്കെ കറക്റ്റ് മനസ്സിലാക്കി തരും. അപ്പോൾ മോർണിംഗ് മീറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡെയിലി അറ്റൻഡ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു അത്. അതുപോലെ തന്നെ ഡോപ്പയിൽ ക്വസ്റ്റ്യൻസൊക്കെ ഡെയിലി നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആപ്പിലുണ്ടാവും.
ഓരോ ക്യൂസ് പോലെയൊക്കെ, അതൊക്കെ ഭയങ്കര ബെനഫിറ്റാണ്. അതുപോലെ തന്നെ കോഡ് ബ്ലൂസൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്ക് ഈ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ലൈവ് ക്ലാസ്സസിൽ അപ്പോൾ നമുക്ക് ഫാക്കൽറ്റീസൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഞാൻ ഡോക്ടർ ആവുക എന്ന് പറയുമ്പം അത് ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ പാരൻസിന് തന്നെയാണ്. അങ്ങനെ ഒരു രീതിയിലാണ് അവരെന്നെ ട്രീറ്റ് ചെയ്തിട്ട് എന്നെ വളർത്തിയിട്ടുള്ളതും. എനിക്ക് ഓസ്ട്രോജെൻസിസ് ഇംപെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു ജനറ്റിക് ഡിസോർഡറാണ്. ഞാൻ ജനിച്ചിട്ട് 3ാമത്തെ മാസത്തിൽ കാലിട്ട് ഇങ്ങനെ ചെറിയ കുട്ടികൾ കരയുമല്ലോ, അടിക്കുമല്ലോ, അങ്ങനെ അടിച്ചപ്പോൾ ചെറിയൊരു ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലാസ്റ്ററൊക്കെ ഇട്ട് റെഡിയാക്കി. പിന്നെ എനിക്ക് അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. 3 വയസ്സ് വരെ ഞാൻ നടന്നിട്ടുണ്ട്. പിന്നെ ഒരു 4th ഇയറിലാണ് തൊട്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. ഫ്രാക്ചർ ആകുമ്പോൾ പ്ലാസ്റ്റർ ഇടുക, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് സ്റ്റീൽ ഇടുക, അങ്ങനെയൊക്കെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രാക്ചർ ആയിക്കൊണ്ടിരിക്കുക. അതിനൊരു എന്താ പറയുക, ഒരു സ്റ്റോപ്പില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൂടുതലും എൻ്റെ ലൈഫ് ഇങ്ങനെ ഹോസ്പിറ്റൽ ലൈഫൊക്കെ ആയിരുന്നു. എന്നെ അത്രയ്ക്ക് ഭയങ്കര കെയർ ചെയ്തിട്ടുണ്ട് പാരൻസ്, അച്ഛനമ്മയായാലും പിന്നെ ഫാമിലി എല്ലാവരായാലും ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാത്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പം രാത്രി 12 മണിക്കൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അങ്ങനത്തെയൊക്കെ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. 5th പഠിക്കുന്നവരെ എന്നെ അമ്മ എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീൽ ചെയർ ഇല്ലായിരുന്നു കയ്യിൽ. അപ്പം ഞാൻ കുഞ്ഞായിരുന്നല്ലോ, അപ്പോൾ എന്നെ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വളർന്നു വന്നതാണ്. പിന്നെ ഏത് കാര്യത്തിനും അച്ഛനും അമ്മയും തന്നെ കൂടെ ഉണ്ടാവും. പിന്നെ എൻ്റെ ആൻറ്റി ഉണ്ട്. അങ്ങനെ താലോലിച്ച് വളർത്തിയൊരു കുട്ടിയാണ്. ചെറുപ്പകാലത്ത് രസകരമായതെന്ന് പറയാൻ എൻ്റെ ലൈഫിൽ അത്രയ്ക്ക് ഭയങ്കര രസമായിട്ടൊന്നുമില്ല. കാരണം ഇതൊക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോയിട്ടുണ്ടായിരുന്നു. മാക്സിമം എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായി. കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് സ്കൂൾ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോൾ പോകാൻ പറ്റുന്നോ അപ്പൊക്കെ ഞാൻ പോയി അവിടെ പഠിക്കും. ഫ്രണ്ട്സ് ഉണ്ടാവും. അവിടെ എന്ന് വെച്ചാൽ എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. LKG മുതൽ പഠിച്ച ഫ്രണ്ട്സ് പലരും 10th വരെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഫാമിലി വീട് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അവരുടെ ആ ഒരു ഹോപ്പ് കൈ വിടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടം വരെ എത്തിയത്. ഞാനിങ്ങനെ കരഞ്ഞ് എനിക്കെന്താ ഇങ്ങനെ വന്നേന്നൊക്കെ ചോദിച്ച കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും ശരിയാവും, ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചേർത്ത് നിർത്തിയത് അവരാണ്. ആ ഒരു ഹോപ്പ് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നുകൊണ്ടാണ് എനിക്കിപ്പം ഞാനും ആ ഒരു ഹോപ്പിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ ഹൗസ് വൈഫാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ ഓട്ടോയിൽ കൊണ്ടുവിടും, അച്ഛനും അമ്മയും ഉണ്ടാവും കൂടെ. പിന്നെ അമ്മ എനിക്ക് അവിടെ സ്കൂളിൽ തന്നെ നിൽക്കും. പിന്നെ +1 +2 എത്തിയപ്പോൾ എനിക്ക് ഈ ഇലക്ട്രിക് വീൽ ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇലക്ട്രിക് വീൽ ചെയർ എനിക്ക് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 8th പഠിക്കുമ്പോൾ അങ്ങനെ ഇതിനൊരു ഇഞ്ചക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പം ആ ഒരു ഇഞ്ചക്ഷൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ ആ ഒരു ഇഞ്ചക്ഷൻ 6 month കൂടുമ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് കുറേ റിലീഫുണ്ട്. കാരണം മെല്ലെ ഇപ്പോൾ വാക്കറിൽ നടക്കാൻ പറ്റുന്നുണ്ട്. അതുതന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം അച്ഛനും അമ്മയും അത്രയ്ക്കും എല്ലാ കാര്യത്തിനും കൂടെ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതിലെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒന്നിനും എന്നെ പുഷ് ചെയ്തിട്ടൊന്നുമില്ല. നീ ഇതിനെ പോ, അല്ലെങ്കിൽ നീ ഇത് പഠിക്കുക, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആഗ്രഹത്തിനായിരുന്നു അവരെന്നെ വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ 10th കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് സയൻസ് എടുക്കാൻ ആഗ്രഹം, എനിക്ക് ഇന്ന് ആവണം എന്നൊക്കെ പറഞ്ഞ്. അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ ഇവിടം വരെ എത്തുന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ മുലങ്കാവിൽ +1 ജോയിൻ ചെയ്ത്. സ്കൂളിൽ പോകുമ്പോഴും ഞാൻ മാക്സിമം ഹാപ്പിയായി നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നമാണെങ്കിൽ നമ്മൾ പഴയതാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കരുതല്ലോ. മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പാരൻസിനെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ നമ്മളിന്ന് ഷോൾഡർ തട്ടി തലയിൽ തലോടിയിട്ട് കുഴപ്പമില്ല മാറുന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഹോപ്പായിരുന്നു. അങ്ങോട്ടേക്ക് മുന്നോട്ടേക്കുള്ള ഒരു സമാധാനമായിരുന്നു. എനിക്കിങ്ങനെ പുറത്ത് എനിക്ക് വീൽ ചെയറൊക്കെ കിട്ടിയ സമയത്ത് പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ സ്കൂളിൻ്റെ തന്നെയാണെങ്കിൽ വരാന്തയിലൊക്കെ ഇരിക്കാനൊക്കെ ഒരു മടിയായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരിങ്ങനെ നോക്കുന്ന കാണുമ്പോൾ എനിക്ക് മെൻ്റലി ഒരു വിഷമം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ടീച്ചർ, റിസോഴ്സ് ടീച്ചറാണ്, ഷീജ എന്ന പേര്. ടീച്ചറാണെങ്കിൽ പ്രൂവ് ചെയ്ത് തന്നേ നീ പുറത്തേക്ക് ഇറങ്ങണം, അതായത് മറ്റുള്ളവരായിട്ട് ഇൻവോൾവ് ആവണം, നിനക്ക് ഇങ്ങനെ കുറേ കഴിവുകളുണ്ട്, അങ്ങനെയൊക്കെ എനിക്ക് പ്രൂവ് ചെയ്ത് തന്നത് ടീച്ചറാണ്. അവിടെ നിന്നാണ് എനിക്ക് ഒരു ആർട്ടിലോട്ടും ഞാൻ കുറച്ചും കൂടെ ഡൈവേർട്ടായി ആ ഒരു മൊമെൻ്റൊക്കെ എത്തിയത്. ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്കിങ്ങനെ ഓരോ റെഫറൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ്. ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് എന്ന് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ പിന്നീട് എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയ പിന്നെ ഞാൻ അതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടമൊക്കെ ഞാൻ മറന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ടീച്ചർ വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് കളിക്കുന്ന ഒരു ഡാൻസ് എനിക്ക് അയച്ചു തന്നു. എന്നോട് ടീച്ചർ പറഞ്ഞ ഡാൻസ് കണ്ടിട്ടൊന്ന് ഇതേപോലെ നിനക്ക് പറ്റുമോ നോക്ക്, നിനക്ക് പറ്റും, കളിച്ചിട്ടൊന്ന് അയക്കിയെന്ന് പറഞ്ഞു. ലൈക്ക് ഓൾറെഡി എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് ഞാൻ ഡാൻസിലേക്ക് എത്തിയത്. പിന്നെ എനിക്ക് ഒരു ഫസ്റ്റത്തെ ഒരു വേദിയായിട്ട് ഡാൻസ് കളിക്കാനൊരു അവസരം തന്നു ഒരു സ്കൂളിൽ വെച്ച് തന്നെ. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് എനിക്ക് തോന്നിയത് അപ്പോഴാണ്. പിന്നെ എനിക്ക് കുറച്ച് സ്റ്റേജസ് ഒക്കെ കിട്ടി കളിക്കാൻ, പിന്നെ ഓരോ ഇൻ്റർവ്യൂസൊക്കെ ആയപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചും കൂടെ സംസാരിക്കാനും കുറച്ചും കൂടെ താല്പര്യം കാണിച്ച് തുടങ്ങി. ഫസ്റ്റത്തെ എൻ്റെ ഒരു ബിഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഒരു 5 ഡേ പ്രോഗ്രാമായിരുന്നു. മെൻ്റലി ഭയങ്കര ഹാപ്പി ആയിട്ട് പോയ ആ ഒരു ഫസ്റ്റത്തെ ഒരു ടൂറ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ പോയൊരു സ്ഥലമായിരുന്നു തിരുവനന്തപുരം. അതുപോലെ തന്നെ 2 വർഷത്തിന് മുന്നേ ഫ്ലവേഴ്സ് ചാനലിൽ, ടെലിവിഷൻ ചാനലിൽ കോമഡി ഉത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. ആകാശമായവളേ, അകലെ പറന്നവളേ, ചിറകായിരുന്നല്ലോ നീ, അറിയാതെ പോയെന്നു ഞാൻ. നിഴലോ മാഞ്ഞു പോയി, വഴിയും മറന്നു പോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞു പോയി, പാട്ടും മുറിഞ്ഞു പോയി, ഞാനോ ശൂന്യമായി. സത്യം പറഞ്ഞാൽ ഈ കോമഡി ഉത്സവം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു. ആ ഒരു വേദിയായിരുന്നു, അവിടെ നിൽക്കണം, അങ്ങനെ അവിടെ ഡാൻസ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഞാൻ ആരോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് പോകണം എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ചാൻസ് എനിക്ക് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനമ്മയൊക്കെ ഭയങ്കര പ്രൗഡായിരുന്നു. ഞാൻ അവരുടെ ഫേസ് നോക്കിയപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അത്രയ്ക്കും ഭയങ്കര പത്തറ്റിക് സിറ്റുവേഷനിൽ വന്നിട്ട് അവിടം വരെ എത്തിയപ്പം പറയാൻ പറ്റാത്ത വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ആ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. അതിലൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിനി ടോം ചേട്ടൻ, എക്സ്പ്രഷൻ ക്യൂനാണ് എന്നൊക്കെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാണ്ട് ചേട്ടൻ അങ്ങനെ പറയാന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഭയങ്കര ഒരു വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. 2022 കേരള സർക്കാരിൻ്റെ ഉജ്ജ്വലം ബാല അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ ഫസ്റ്റത്തെ സ്റ്റേജ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഈ ഡാൻസ് യൂട്യൂബിലൊക്കെ ഇട്ടപ്പം കുറേ പേര് നല്ല റെസ്പോൺസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ടീച്ചർ ഡാൻസ് ടീച്ചറാണ്. ടീച്ചർ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായി വന്നു. ആദ്യമൊക്കെ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മേൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നന്ദന, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന നന്ദന, അപ്പോൾ ചിലരൊക്കെ പറയും ഡോക്ടർ നന്ദന, നന്ദനേൻ്റെ അച്ഛനമ്മയും അങ്ങനെയൊക്കെ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മേനെയും പ്രൗഡാക്കുക, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഫസ്റ്റ് ഡേ ആ ഒരു മൊമെൻറ്റ്, ആ ജോയിൻ ചെയ്ത് ഞാൻ ആ മെഡിക്കൽ കോളേജിൽ അവിടെ ഫ്രണ്ടിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന അങ്ങനത്തെ ഒരു മൊമെൻറ്റ് ശരിക്കും ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്വപ്നം കണ്ട ഒരു മൊമെൻ്റായിരുന്നു. റിയലി സ്വപ്നം കണ്ട ഒരു മൊമെൻ്റായിരുന്നു അത്. നേരിട്ട് നടക്കുക, ആ ഒരു സംഭവം നമുക്ക് റിയലായിട്ട് ഫീൽ ചെയ്യാന്ന് പറയുമ്പോൾ അത്രത്തോളം സന്തോഷമായിരുന്നു ആ ഒരു ഡേ. ഒരുപാട് സന്തോഷമുണ്ട്, അതിനപ്പുറം കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സിറ്റുവേഷൻ വെച്ച് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, എല്ലാവരും കോപ്പറേറ്റീവ് ആയിരിക്കുമോ, അങ്ങനത്തെയൊക്കെ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ സെൽഫ് ഡൗട്ടായിട്ട് കുറേ ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വന്നതിന് ശേഷം എനിക്ക് അതൊക്കെ കംപ്ലീറ്റ്ലി പോയി എന്ന് വേണം പറയാൻ. കാരണം ഫ്രണ്ട്സ് ആയാലും ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്യാൻ കൂടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോളേജ്, ഞാൻ മെയിനായിട്ട് എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഗാർഡനാണ്. അപ്പോൾ അവിടെ നമുക്കങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക, എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നീറ്റ് പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, ഇങ്ങോട്ടേക്കല്ലേ ഏത് കോളേജായാലും അവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക. അതിനിപ്പോൾ കുറച്ച് മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മാക്സിമം പ്രിപ്പയർ ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത്. ഏറ്റവും കൂടുതലായി മെയിനായിട്ട് പറയാനുള്ളത് കാമായിട്ടിരിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞ് കുറച്ചും കൂടെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ഡ്രീം കോളേജിലെത്തി നമുക്ക് അടിച്ചു പൊളിക്കാം. കാരണം ഇവിടെ ഓരോരോ പ്രോഗ്രാംസൊക്കെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസാണ്. ഇപ്പോഴും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടും എന്നെ കോളേജിൽ കൊണ്ടുവരാനും
ഒക്കെ ഈ ഒരു ഓട്ടോയിലാണ് ഞാൻ പോയി വരികയൊക്കെ ചെയ്യുന്നത്. ഇതുവരെ എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയാണ് എൻ്റെ പാരൻസ്. എൻ്റെ അച്ഛനൊരു ഉമ്മ